അവൻ പറഞ്ഞുണ്ട്. നിങ്ങൾ ചുമ്മാ വെള്ളം ഉണ്ടാക്കാതിരിക്കും. ഞാൻ ആ പ്രഫേരെ കുടുംബക്കാരെല്ലാം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് ദണ്ണം കാണും, അത്രേ ഉള്ളൂ. നീ വെറുതെ വഴക്കിനൊന്നും പോണ്ട. എന്തിനൊക്കെയാണ് നിന്നെ ഒന്ന് കാണാൻ നിന്നത്? എന്തുമാത്രം ചോറ് വിളമ്പി തന്നിട്ടുള്ളതാടാ ഞാൻ നിനക്ക്. അതിനെന്തിനാണ്? അമ്മ വിളിപ്പുന്ന ഇപ്പോഴും തിന്നുമല്ല. എന്നാലും നീ അവനോട് ഇങ്ങനെ ചെയ്തല്ലോടാ. ഇത് കണ്ട മോൻ നന്നെയാണ്. പാടുമായത്തില്ല, മനസ്സിന്നെങ്കിലും മാച്ചു കളയണമല്ല. ഇയാളെ പോടി ചെല്ല്. ഇപ്പൊ ഒരു സുഖമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സ്വാതന്ത്ര്യം കിട്ടിയോട്ടെ. ഞാൻ അന്നേരം പറഞ്ഞല്ലായിരുന്നു. അപ്പൊ നീയാണ് എന്നെ ആദ്യം കൊല്ലാൻ നിന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? കൈവലിച്ച് കവാലമ്പളൊക്കെ അറിഞ്ഞു വിട്ടേരായിരുന്നു. ഞാൻ വിചാരിച്ചെന്റെ മോന്ത പറഞ്ഞു വന്നു. നിന്റേതാണ് ആണോ കുറവായിരുന്നല്ലേ? എന്റേത് മുഴുവൻ ആൾക്കാർ നിന്ന് കണ്ട്. അതൊക്കെ എനിക്ക് എന്ത് ഭാഗ്യം. നാലേ പേര്. പരിചയമുള്ള ആരുമില്ലായിരുന്നു കേട്ടാ. ആണോ? ഓടാ അമ്മയാണ് എന്നെ നോക്കി ഇറങ്ങി. അവന് വലിയ സുഖമൊന്നും കിട്ടിക്കാണല്ലോ കേട്ടാ. ആള് കുറവായിരുന്നല്ലേ. ഇനി അവന്മാരുടെ കാര്യമൊക്കെ കേട്ടോ. അയ്യോ അയ്യോ. എന്തരയ്യോ? നേരെ ചെന്നാൽ നിന്ന് കൊടുക്കണം, അത്രയല്ലേ ഉള്ളു. ഇത് ചുമ്മാ ആദ്യം തിന്നണം, അടിയും കൊള്ളണം. പയ്യ നോക്കി കയറിപ്പോ. അമ്മരെ അവിടെ വിശന്ന് മരിച്ചിരിക്കും കേട്ടാ. എടാ നാട്ടുകാർ മുമ്പ് അടിയുള്ളവരെ കുറഞ്ഞ ചങ്കൂറ്റൊക്കെ വേണം. അവന്മാർക്ക് അതില്ല. അന്നേരം അങ്ങ് കേസ് കൊടുത്താൽ മതിയായിരുന്നു. ഈ പാടില്ലായിരുന്നു. എന്തൊരു പാട്. തിന്നാനും കുടിക്കുകയല്ല ഇവിടെ ഒന്ന് കിടക്കണമായിരുന്ന. എന്നാ ചെല്ലടാ, നീ കൂടെ അങ്ങോട്ടേ ഒന്ന് വാങ്ങിച്ചിട്ട്. അതങ്ങ് കോണാത്തി പോയി പറഞ്ഞാൽ മതി. അവ ഇപ്പോഴും എന്നൊരു വരുത്തനായിട്ടാണ് കാണുന്നത്. അടിക്ക് ഒരു മയവും കാണൂല. എടേ സുശീലം കെട്ടിയതിന് വന്നെന്ന് അറിഞ്ഞല്ലേ? എനിക്കത് കാണണ്ട. അതെന്ത് ഇങ്ങോട്ടാ കാനിട്ടാക്കത്ത്. എന്തോ വരുന്നുണ്ട്. എടേ ഒന്ന് അനങ്ങി വരുന്നടേ. വിശന്ന് കുടൽ കരിയണം മനുഷ്യൻ്റെ. വരയല്ലേ കൊണ്ട് അടിയും മേടിച്ച് പാക്കറ്റിട്ടുണ്ട് വന്നേക്കാണ്. ഫസ്റ്റ് നമ്മള് അടിപടിച്ചിട്ടുണ്ട്. നിനക്കൊക്കെ സമയത്ത് തിന്നാൻ കിട്ടുന്നു. പിന്നെ സമാധാനമുണ്ട്. പക്ഷെ ഉള്ള മാനം പോയില്ലടാ അരപ്പേ. ആ ഇത്തിരി മാനമല്ലേ, അത് പോണേ പോട്ട്, പിന്നീട് വരും. വിളിച്ചോ. അതിനെ കൊണ്ടുപോടാ. കുടലി കിടന്ന് തള്ളാക്കി വിളിക്കുന്നു. അയ്യോ എന്തെങ്കിലും തീരുമാനമായ ഇവിടെ എത്ര ആളെ എങ്ങനെയൊന്നും പറഞ്ഞു? രാത്രി വർക്കല പോവാന്ന് വെച്ചു. ഞാൻ എന്തായാലും ആറ്റിങ്ങര പോകുന്നുണ്ട്. നമുക്ക് അവിടെ നാളെ ഇറക്കിയല്ല. നേരത്തെ എട്ടണമെങ്കിൽ ചെന്ന് വാങ്ങിച്ചേട്ടാനാണ് അങ്ങനെ പറഞ്ഞേക്കണേ. അങ്ങേറെ അടിയും വാങ്ങിയിട്ട് സംബന്ധം കഴിക്കാനേ പൊടിയന്മാരെ പറക്കണം. ഞാൻ പറയുന്നതേ പിടികൊടുക്കണേണ് നല്ലത്. സംഭവം ഒരു ഉറുമ്പ് പിടിക്കുന്ന വേനകളിൽ ടപേന്ന് കഴിയും. അവനെ കൊല്ലണം. കല്യാണത്തിന് നീ നേരം കിടക്കുകയാണല്ലോ. വയറ് കാണുന്ന വെച്ചാണ്, വേറെ ആരുടെ അല്ലല്ലോ. ആ അത്ര ഉറപ്പുണ്ടല്ലോ. നന്നായി. അവനെ അറിയിക്കണ്ടേ? പറയണം. ഒളിച്ചിരിക്കുകയാണല്ലേ. എവിടെയാണെന്ന് വല്ല പിടിയുണ്ടാ? എനിക്ക് അറിഞ്ഞോളൂ ചേച്ചി. അണയുടെ മകരത്തിന് മുമ്പ് തീർക്കാൻ പറ.
ഇൻസ്പെക്ഷനായി ഇന്ത്യക്കാരൻ വരും. വായ്ക്ക് രുചിയായിട്ടതിൽ വെച്ചു കൊടുക്കണം. ഇപ്പൊ പിന്നെ രുചിയായിട്ടല്ലായിരിക്കും കഴിക്കണത്. എന്ന് വരണേ? ഈ ആഴ്ച വരുമായിരിക്കും. ഉള്ള കാന്താരി മുഴുവൻ അവളും കൊണ്ടുപോകും. നിങ്ങൾ ആ പെണ്ണിനെ ഒന്ന് നല്ലോണം നോക്കിയാണ്. പെണ്ണ് വയറ്റിയന്നെയാണ്. അവൻ വീണ്ടും വന്നാ? അതിനിപ്പോ എന്നും വരേണ്ട കാര്യമൊന്നുമില്ലല്ലേ. കല്യാണപ്പന്തലിൽ കയറുമ്പോ പെണ്ണിന് മാസം 4 ആവും. ഓ, 4 മാസമൊന്നും അറിയത്തില്ല. പിന്നെ കണ്ടാൽ അവക്ക് കോപ്പാ. അല്ലേ തന്നെ നീ എന്തിന്? കല്യാണം നിങ്ങൾ ഒരു തവണ നടത്തിയതല്ലേ കോര വീട്ട്. തിരുപ്പ് പേടിച്ചോയാ? ഇവിടത്തെ വെറുതെ എങ്ങനെ? ഓ, എന്തൊരു വെറുതെ. നീ നേരെ ഇങ്ങോട്ട് വന്നേണോ? ആ, എന്ത് ചോദിച്ചാ? അവരെങ്ങാനും മണത്തറിഞ്ഞ് വരുമോന്ന്. അണ്ണ ഇങ്ങനെ പേടിച്ച് ജീവിക്കണ ചെന്നൊരു തല്ലു വാങ്ങി ആ പ്രശ്നം അങ്ങ് തീർത്തൂടെ? ഇത് ചുമ്മാ. നീ എന്താണ് ഇപ്പൊ വന്ന്? വാസനി തരാൻ പറഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞു. കാണുവാണെങ്കിൽ കൊടുത്തേക്കണേന്ന് പറഞ്ഞു. തെറ്റി. അണ്ണാ നിങ്ങൾ നമ്മൾ തെറ്റിയാ? കുളിച്ചോണ്ടിരുന്നപ്പോ തെറ്റിച്ച് വീണതല്ലാണോ? പോടാ. ഓ അണ്ണ, കുളി തെറ്റിയെന്ന്. കുളി തെറ്റിയെന്ന് മനസ്സിലായ? കുളി തെറ്റി. ആ, അത് തന്നെ. ആലോചിച്ചു. ഇനിയിപ്പോ കല്യാണത്തിന് ഡേറ്റ് കൊണ്ട് മാറ്റിക്കണെന്ന് വെച്ചാൽ അത് നടക്കൂലല്ലോ. ഇത് പെട്ടല്ലോ. എവിടെയായിരുന്നു ഇത്ര നാളും? നിനക്ക് സുഖമല്ലേ? എന്താ ഉദ്ദേശം? കുറച്ച് ദിവസം പക്കീര ക്യാമ്പിൽ പോയി നിൽക്കാന്ന് വിചാരിക്കണം. അതല്ല, എന്തൊരു പെണ്ണ, എന്നെ വിശ്വാസമില്ലേ? കല്യാണത്തിന് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അതിന് അമ്മിണി എന്നെ ആക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. പക്കിയൊന്ന് എത്തിക്കോട്ടെ. എന്തായിരുന്നു അണ്ണനെ? പോട്ടെന്ന്. നീ കിടന്നു. പോലെ ഞാൻ പുറത്തു വരാം. വേണ്ട. ഗോലണ്ണ അവസാനം അടി പൊട്ടിയിട്ട് ദിവസം കുറെ ആയല്ലേ, പിന്നെ അനക്കമൊന്നും ഇല്ലല്ലേ? എടെ പൊടിയനും മറ്റവനും നാട് വിട്ടെന്ന് തോന്നണം. ട്രെയിനിങ്ങിന് പോയോണ്ട് കുഞ്ഞിപ്പക്കി രക്ഷപ്പെട്ടു. എന്തായാലും രക്ഷപ്പെട്ടെന്ന് അമ്മണിൽ അവനെ വിടണ്ടേ? എന്നാലും പോലീസിനോട് കളിക്കുമോ അമ്മണി? ഒരു പോലീസ് അവൻ വീട്ടിൽ വന്നാ കൂറാൻ പോണത് പോലീസ്.